തിന്മക്ക് തിന്മ കൊണ്ട് മുദ്രാവാക്യം വിളിക്കരുത്. അതിന് നന്മയാണ് മറുപടി പറയേണ്ടത്. അവിടെയാണ് നമ്മുടെ വിശ്വാസം. സമരങ്ങളൊക്കെ ജോറായിട്ട് നടന്നു, അൽഹംദുലില്ലാഹ് അല്ലേ. കുറെ സിന്ദാബാദ് വിളിച്ചു. നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ? സിന്ദാബാദൊക്കെ വിളിച്ചിട്ട് പോയി കടന്നുറങ്ങി. മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ല, ഇശാ നിസ്കരിച്ചിട്ടില്ല, സുബഹി ഇല്ല. അള്ളാഹു ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുവോ? ഇല്ല. പത്രത്തിൽ ഫോട്ടോ വന്നിട്ടുണ്ടാവും. പക്ഷെ ഈ ഉമ്മത്തിന് രക്ഷ അള്ളാഹു നൽകുന്നത് നിങ്ങൾ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുമ്പോഴാണ്. അപ്പോഴാണ്. അപ്പോ ക്ഷമിക്കുക എന്ന് പറയുന്നത് പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രവർത്തിച്ചു കാണിക്കാൻ പ്രയാസമാണ്. നമ്മളൊക്കെ അങ്ങനെയാണ്, ഇമോഷണലി റിയാക്ട് ആയി പോവും. അങ്ങനെ ആവരുത് എന്ന് വിശുദ്ധ ഖുർആൻ മഹാനായ ഹസനുൽ ബസ്രിയെ പരിചയപ്പെടുത്തുന്നു. പറയുന്നതാണ് ചെയ്യുന്നതാണ് പറയുന്നത്. ഒരു വിഷയത്തിൽ ഇരിക്കുകയാണെങ്കിൽ അത് നിന്ന് നടപ്പാക്കും. ഒരു വിഷയത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിന്മേൽ ഇരുന്നിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഏൽപ്പിച്ചാൽ കൃത്യമായും അത് നിർവഹിച്ചിരിക്കും. ഒരു വിശ്വാസി അതാണ്. നമ്മുടെ സജ്ജനങ്ങളായ മുൻഗാമികൾ എന്ന് പഠിക്കേണ്ട മാതൃക അതാണ്. ഒരാൾ ചെയ്യുന്ന പണി, ഒരു മുഅല്ലിം, ഞാനൊരു മുഅല്ലിമാണ്, പഠിപ്പിക്കുന്ന അബുദാബിയിലാണെന്ന് മാത്രം, ഇംഗ്ലീഷിലാണ്, സ്കൂളിലാണെന്ന് മാത്രം. പക്ഷെ മുഅല്ലിമാണ്. ഒരു മുഅല്ലിം എന്ത് ചെയ്യണം? ശരിക്ക് പഠിപ്പിക്കണം. ബാങ്ക് വിളിക്കുന്ന ആളാണ്, അത് ഉറങ്ങി കൊടുക്കരുത്. ഇത് പലരും കേൾക്കുന്ന നാടാണ്. ഉറങ്ങിയിട്ട് ചിലരൊക്കെ പറയടോ, നിന്റെ നാട്ടിൽ മുക്രിക്കാക്ക് എന്താ വെള്ളം കൊടുത്തൂടെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ്? സുബ്ഹാനല്ലാഹ്, കോഴിക്കാർക്കും വെള്ളം കൊടുക്കാറുണ്ട്. എന്താ ഉറങ്ങിയെണീറ്റ് ആർക്കോ വേണ്ടി ഒരു വിളി? അങ്ങനെ ആവണ്ട. തക്ബീറല്ലേ വിളിക്കണത്? മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിനിധിയല്ലേ? ഹയ്യ അലസ്സലാ, പ്രാർത്ഥനയ്ക്ക് വരണേ. ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വരണേ. അത് മനോഹരമായി വിളിച്ചാൽ എന്ത് റാഹത്താണ്. ഇമാമുമാർ നല്ല ഖിറാഅത്ത് പഠിക്കണം, തജ്വീദ് പഠിക്കണം. നല്ല ഖിറാഅത്ത് ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള മഅ്മൂം, ഒരു ഹറഫും അർത്ഥമറിയാത്ത മഅ്മൂം ഖിറാഅത്തിന്റെ മധുരിമയിലാണ് നിസ്കാരം ആസ്വദിക്കുന്നത്. അപ്പൊ ഇമാം എന്ത് ചെയ്യണം? ഉറങ്ങിയിട്ട് ഓതരുത്, വളരെ മനോഹരമായിട്ട് ഓതണം. ഒരു കശാപ്പുകാരൻ, അറവുകാരൻ ശരിക്ക് ഖസ്വാബ് ആ ജോലി പഠിക്കണം. ഒരു തേപ്പുകാരൻ തേപ്പ് പഠിക്കണം. ഇലക്ട്രീഷ്യനാണ്, ആ പണി ശരിക്ക് പഠിക്കണം. ഡോക്ടറാണ്, എന്ത് ചെയ്യണം? ശരിക്ക് പഠിക്കണം. പഠിച്ചിട്ട് മാർക്ക് കിട്ടിയാൽ മതി. വെറുതെ കൈക്കൂലി കൊടുത്തിട്ട് എന്ത് ചെയ്യണ്ട? സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് വരണ്ട. ഇന്നല്ലാഹ യുഹിബ്ബു അഹദുക്കും ഇൻ അമില അമലൻ അൻ യുത്ഖിന. നിങ്ങളിൽ ഒരാൾ ഒരു പണി ചെയ്യുമ്പോൾ അത് ഭംഗിയായി ചെയ്യൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല. ഒരു ഡ്രൈവർ ഡ്രൈവിംഗ് ശരിക്ക് ചെയ്യണം. കുക്ക് ചെയ്യണം ഉമ്മമാര്, നല്ല ഭക്ഷണം പാകം ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ റെസ്റ്റോറന്റിലേക്ക് പോകും ഭർത്താക്കന്മാര്. അവര് വഴി എനിക്കിന്ന് ഭക്ഷണം വേണ്ട മോളെ, അപ്പൊ വിചാരിക്കുന്നു എന്തോ പാവല്ലേ, എവിടെ വയറ് മുക്കറ്റം തിന്നിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, അതുവരെ അറിയില്ല. എന്ത് ചെയ്യാ? നല്ല ഭക്ഷണം ഉണ്ടാക്കി, നല്ല രുചിയുള്ളത് അവനവന്റെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ ആർക്കറിയണം? പെണ്ണുങ്ങൾക്കറിയണം. എന്ത് ന്യൂ ജനറേഷൻ, പുതുനാരികളൊക്കെ എനിക്ക് കോഫി പോലും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ എന്ന് പറയുന്നത് അഭിമാനമായി കാണുന്ന കാലമാണ്. മോളെ, അത് അഭിമാനമല്ല, അതാണെന്ന് നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. സ്നേഹം നല്ല ഭക്ഷണത്തിലൂടെ കൈമാറാൻ കഴിയും. ഓരോരുത്തർ അവനവന്റെ പണി ചെയ്യുക, അത് ശരിക്കും ചെയ്യുക. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല. നമുക്കൊക്കെ അള്ളാഹു ഒരു എക്സ്പെർട്ടീസ്, ഒരു കാര്യം നന്നായി ചെയ്യാൻ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുക. ഏത് കാര്യമാണെങ്കിലും ഒന്നും അഭംഗിയിലായി പോവരുത് എന്ന് സാരം. മഹാനായ ഹസനുൽ ബസ്രിയെ പരിചയപ്പെടുത്തുകയാണ്. ഒരു കാര്യം ജനങ്ങളോട് പറയുകയാണെങ്കിൽ അതാദ്യമായി ജീവിതത്തിലേക്ക് പകർത്തുന്നത് അദ്ദേഹമാണ്. നമ്മൾക്കൊക്കെയുള്ള ബാധ്യതയാണ്. അത് പറയുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും, പ്രബോധകന്മാർക്ക് ഏറ്റവും കൂടുതൽ. കാരണം ജനങ്ങൾ അവരെ 1000 കണ്ണുകൊണ്ടാണ് നോക്കുന്നുണ്ടാവുക, 1000 കണ്ണുകൊണ്ട്. പക്ഷെ ജനങ്ങളുടെ കണ്ണല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നോക്കുന്നത് മഹല്ലു നദുരില്ലാ, അള്ളാഹുവിന്റെ ദൃഷ്ടി പതിക്കുന്ന ഇടമാണ്, ഹൃദയമാണ് നന്നാക്കേണ്ടത്. അദ്ദേഹം ജനങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാത്ത ആളാണ്. ഇതൊരു മുസ്ലിമിന്റെ ക്വാളിറ്റിയാ കേട്ടോ. ആരും ആരുടെയും കീശയിലേക്ക് നോക്കണ്ട. അങ്ങനെയാണ്. ആരും ആരുടെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കും വേണ്ട, അതിനെ ആഗ്രഹിച്ച് നടക്കും വേണ്ട. കിട്ടിയോ ഫൽയഹ്മദില്ലാ, കിട്ടിയില്ലേ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ. പക്ഷേ നമ്മൾ മുസ്തഗ്നിയൻ അനിന്നാസ്, അധ്വാനിച്ച് ജീവിക്കുക. ആരും ലാ തകുൻ കല്ലൻ അലൽ ഗൈർ, മുത്തുനബിയല്ലേ പറഞ്ഞത്, നിങ്ങൾ ആരും ആർക്കും ഭാരമാവരുത്.
ആർക്കും ഭാരമായി ജീവിക്കരുത്. നിങ്ങൾക്ക് സെൽഫ് സഫിഷ്യൻസി വേണം. നിങ്ങൾ ായിരിക്കണം. ആരെങ്കിലും ഒരാൾ നിങ്ങളെ താങ്ങുന്ന അവസ്ഥ വരരുത്. ജോലി ചെയ്തിട്ട് മാന്യമായ ഒരു ജോലി ചെയ്ത് അധ്വാനിച്ച് ബിസിനസ്സോ കച്ചവടമോ എന്തോ ആകട്ടെ, ആളുകൾക്ക് ഭാരമാവരുത്. സമൂഹത്തിന്, മഹല്ലിന്, ജ്യേഷ്ഠൻ അനുജൻ ഭാരമാവരുത്. മാതാപിതാക്കൾക്ക് മക്കൾ ഭാരമാവരുത്. അവരവർക്ക് അള്ളാഹു നൽകിയ കഴിവനുസരിച്ച് ഉപയോഗപ്പെടുത്തണം. പിന്നെ ഹാൻഡിക്യാപ്പാണ് അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡാണ്, അവർക്ക് മഅദൂരിങ്ങളാണ്, എക്സ്ക്യൂസ്ഡ് ആണ്. അവരെ കുറിച്ചല്ല പറയുന്നത്. കഴിവുള്ള ആളുകൾ അധ്വാനിക്കണം. നബി തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ ആർക്കെങ്കിലും അള്ളാഹു നിങ്ങളെ സ്നേഹിക്കണമെന്ന് ഇഷ്ടമുണ്ടോ, ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കണമെന്ന് ഇഷ്ടമുണ്ടോ? അത് ഇഷ്ടപ്പെടാത്തവരാരാ? അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അതല്ലേ വേണ്ടത്? ഞങ്ങൾ പറഞ്ഞു, അള്ളാഹു ഇഷ്ടപ്പെടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇസ്ഹദ് ഫിദ് ദുനിയ യുഹിബ്ബുകല്ലാഹ് വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ്. നിങ്ങൾ ഈ ലോകത്തിന്റെ ആഡംബരങ്ങളുടെ പിന്നാലെ ഓടല്ലേ, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് കരുതല്ലേ. ലോകത്ത് ജീവിക്കുന്നത് ഈ ലോകം ആസ്വദിച്ചു തീർക്കാനല്ല, പിന്നെയോ ആഖിറം പടുത്തുയർത്താനാണ്. അങ്ങനെ ഈ ലോകത്ത് പരിത്യാഗിയായി നീ ജീവിക്കുകയാണെങ്കിൽ യുഹിബ്ബുകല്ലാഹ്, സർവേശ്വരനായ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും. അല്ലാഹ് സ്നേഹിച്ചാൽ അത് നമ്മുടെ വീട്ടുകാരുടെ സ്വഭാവത്തിൽ കാണാൻ കഴിയും, നമ്മുടെ വാഹനത്തിന്റെ സ്വഭാവത്തിൽ കാണാൻ കഴിയും, നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് കാണാൻ കഴിയും. പിന്നെ പറഞ്ഞു, വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കൈകളിലുള്ളത് ഒന്നും പ്രതീക്ഷിക്കല്ലേ. അല്ലാഹുവിനോട് ദുആ ചെയ്യേ, ആളുകളുടെ കൈകളിലൂടെ അല്ലാഹു നിന്റെ കൈകളിൽ കൊണ്ടുതരും. പക്ഷേ നീയായിട്ട് പ്രതീക്ഷ കണ്ണുവെച്ചിരിക്കരുത്. എന്റെ കുട്ടിയുടെ കല്യാണം ഉണ്ട്, അപ്പൊ ഓരോ മുതലാളിമാർ ലിസ്റ്റ് ഇടാണ്. 10,000 തരുമായിരിക്കും, എവിടെ 2,000 കൊടുത്തിട്ടുണ്ടാവുക. ഓരോരുത്തരും വിചാരിച്ച് പിന്നെ ആളാകെ നിരാശനായി, പടച്ചവനെ ഞാൻ ഇങ്ങനെ നല്ലല്ലോ വിചാരിച്ചത്. നിന്നോട് ആരങ്ങനെ വിചാരിക്കാൻ പറഞ്ഞത്? അല്ലാഹുവിനോട് പറയും, പടച്ചവനെ ഞാൻ പ്രയാസത്തിലാണ്, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക. അല്ലാഹുവേ, എനിക്ക് ഹലാൽ കൊണ്ട് ഐശ്വര്യം തരണം. സമ്പത്തില്ല, പക്ഷേ പലിശക്ക് വാങ്ങാനാവില്ല. സമ്പത്തില്ല, പക്ഷേ പണയപ്പെടുത്തി, സ്വർണം പണയപ്പെടുത്തി, ലാൻഡ് പണയപ്പെടുത്തി, മോർഗേജ് കൊടുത്തിട്ട് പലിശ വാങ്ങാൻ ഞാൻ ഇല്ല റബ്ബേ, അത് നിനക്ക് ഇഷ്ടമല്ല. എത്ര പെണ്ണുങ്ങൾക്കറിയാം ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന്, എത്ര ആണുങ്ങൾക്കറിയാമെന്ന്. വേഗം ആ 2 പവന്റെ വളങ്ങി വെച്ചാൽ പോരെ, ഒരു 50,000 കിട്ടാൻ വല്ല പണിയുണ്ടോ? അല്ലേ? സുബ്ഹാനല്ലാഹ്, പച്ച പലിശയല്ലേ നമ്മളാ കൊടുക്കുന്നത്. ഹലാൽ കൊണ്ടൊരു പരിഹാരം അവിടെ ഉണ്ടായിരിക്കെ എങ്ങനെയെങ്കിലും കടമായിട്ട് വാങ്ങിച്ച് കടമായി തിരിച്ചു കൊടുക്കാൻ സന്മനസ്സുള്ള ഒരു മനുഷ്യൻ ഭൂമി ലോകത്തില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ എല്ലാ നിലക്കും കുടുങ്ങിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ പറ്റിയ ഒരു കാരണമുണ്ട്, എങ്കിൽ മാത്രമേ ഒരു ഹറാം അള്ളാഹു അനുവദിക്കുള്ളൂ. അങ്ങനെയാണ്. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ പോയി പണയം വെക്കുക, എന്നിട്ട് പലിശയുടെ പൈസ കൊണ്ടുവന്ന് തിന്നുക. വാഹനം പണയത്തിലാണ്, വീട് പണയത്തിലാണ്, കുട്ടികളെ പഠിപ്പിക്കുന്നത് പണയത്തിലാണ്, ഫ്രിഡ്ജ് വാങ്ങിയത് തവണ വ്യവസ്ഥയിൽ പലിശക്കാണ്. അങ്ങനെയാണ്. 10,000 ഫ്രിഡ്ജ് തവണ വ്യവസ്ഥയിൽ 12,000 കൊടുക്കുക. 6 മാസം കൊണ്ട് തന്നാൽ മതി, അത് പലിശയാണ്. സമയം വെച്ചിട്ട് ഏറെ ചോദിക്കുന്നത് പലിശയാണ്. ആകെ പലിശ. പിന്നെ എങ്ങനെ അള്ളാന്റെ ബറക്കത്ത് ഉണ്ടാവുക വീട്ടില്? എങ്ങനെ നമ്മുടെ മക്കള് സ്വാലിഹീങ്ങളാവുക? എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യം തരും? എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവും? ആദ്യം ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കും. കുലൂ മിനത് ത്വയ്യിബാത്ത്. ഇത് നിർത്താതെ ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുക സാധ്യമല്ല. പലിശയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. നമ്മളാണ് ബെസ്റ്റ് കസ്റ്റമേഴ്സ്. ബാങ്കുകാർക്ക് ക്രെഡിറ്റ് കാർഡിന്റെ വക വേറെ. ഞങ്ങൾ പറഞ്ഞു, എന്തിനാളിലേക്ക് വരുമ്പോ പലിശ വേണ്ടെന്ന് പറയുന്ന ആളിന് പോലും പലിശയുടെ ഒരു ഗുബാർ, അതിന്റെ ഒരു പൊടിയെങ്കിലും ഉണ്ടായിരിക്കും അവന്റെ ദേഹത്ത്. എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഈ കാശുകളാണ്, ഒരു നിർവാഹമല്ല. ഡെബിറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ക്രെഡിറ്റ് തന്നെ വേണമെന്ന് പറയുന്നു. ചില സ്ഥാപനങ്ങൾ അങ്ങനെയാണ്. ചില ബോർഡർ കടക്കുമ്പോൾ, ചില എമിഗ്രേഷൻ ബോർഡറുകളിൽ പേയ്മെന്റ് വരുമ്പോൾ അവർ കാർഡാ ചോദിക്കാതെ ക്രെഡിറ്റ് തന്നെ വേണമെന്ന് പറയും. ചിലപ്പോൾ ചില രാജ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അത് മജ്ബൂറാണ്. പക്ഷേ നമ്മളെ നിസ്സാരമായി കാണരുത്, നിസ്സാരമായി കാണരുത്. ഇത് നിസ്സാരം. അള്ളാഹുവിനോടുള്ള യുദ്ധമാണ്. അള്ളാഹു ഈ ലോകത്ത് പാടില്ലെന്ന് പറഞ്ഞ പലിശ സംവിധാനം നമ്മൾ പരിപോഷിപ്പിച്ച് കൊണ്ടുപോയി കൊടുക്കുക. നമ്മളുടെ വകയായിട്ട് ബാങ്കുകളൊക്കെ എന്ത് ചെയ്യാം? ഉഷാറായിട്ട് തളർത്തു. ഇതിനിപ്പോ ബാങ്കുകാർക്കോ അല്ലെങ്കിൽ ബിസിനസ്സുകാർക്കോ അല്ലെങ്കിൽ നിരീശ്വരവാദികളോ സ്വതന്ത്രവാദികളോ ആയ ആളുകൾക്ക് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ചൊറിച്ചിൽ വരും. അതെനിക്ക് വിഷയമല്ല. ഞാൻ മുഅ്മിനീങ്ങളോടാ പറയുന്നത്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരോട് നമുക്കത് പറ്റില്ല, നമുക്കത് പാടില്ലാത്തതാണ്.
അതുകൊണ്ട് ഇസ്ഹദ് ഫിദ്ദുനിയാ യുഹിബ്ബുകല്ലാഹ് വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ്. ഈ ലോകത്ത് പരിത്യാഗിയായും മനസ്സുകൊണ്ട് ഈ ലോകത്തിന്റെ ആർഭാടങ്ങളെ മനസ്സുകൊണ്ട് തിരസ്കരിക്കുന്ന ആളുകൾക്ക് ആ സുഹദിന്റെ സ്വഭാവം ഉണ്ടാകും. അവരല്ലാഹു ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളിൽ നിന്ന് ഓശാരമായി കിട്ടണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണിത്. ശമ്പളം വാങ്ങുന്നതിനെ കുറിച്ചല്ല, ജനങ്ങളുടെ വകയായിട്ട് ഫ്രീ ആയിട്ട് എന്തെങ്കിലും എനിക്ക് ആളുകൾ തരണം. മുതലാളിമാരെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം. ഒന്നും വേണ്ട ഉസ്താദ്മാരെ, ഒന്നും വേണ്ട, അവർക്കൊന്നും ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. എല്ലാം മലക്കൂത്തു സമാവാത്തു വൽ അർദ് അല്ലാഹുവിന്റെ കയ്യിലാണ്. അവരോടൊരു വല്ലാത്ത പ്രേമം, ഒരു സലാമൊക്കെ വല്ലാണ്ട് ഒരു നീണ്ട സലാം, ഒന്നും വേണ്ട, എല്ലാവരും ഒരുപോലെ കണ്ടാൽ മതി. അൻസിലിന്നാസ മനാസിലഹും, സ്ഥാനമാനങ്ങൾ ഉള്ളവർക്ക് സ്ഥാനമാനം അനുവദിക്കണം. പക്ഷേ ദുന്യാവിനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, ഒരാളെയും ബഹുമാനിക്കരുതെന്ന. അപമാനിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. അതിന് വേണ്ടി ഒരു പ്രത്യേക ബഹുമാനം അതൊന്നും വേണ്ട. യുഹിബ്ബുകന്നാസ്, നിങ്ങളുടെ ഖൽബ് കൊണ്ട് നിങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു മനുഷ്യരുടെ ഖൽബിൽ നിങ്ങളോട് സ്നേഹിട്ട് കൊടുക്കും. അല്ലെങ്കിൽ പറയാ, ആ വരുന്ന കടം വാങ്ങിക്കാനാണ് വരുന്നത്, മുങ്ങിക്ക് വാപ്പല്ല എന്ന് പറയുമോളെ നമ്മൾ അടച്ചിരുന്നോളാം. ഒരു മനുഷ്യൻ ചോദിച്ചു വരുന്നത് വെറുപ്പാണ്. അത് പിരിവിനായിക്കോട്ടെ, വെറുതെ ആയിക്കോട്ടെ, കടമായിക്കോട്ടെ, മനുഷ്യനത് വെറുക്കുന്നുണ്ട്. നേരെ മറിച്ച് അയാൾ അതൊന്നും ഉദ്ദേശിക്കുന്ന ആളല്ല. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചർച്ച ചെയ്യാനാണ് വരുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം പോകും, വേറെ ഒരു ലക്ഷ്യവുമില്ല. മനസ്സുകൊണ്ട് സ്നേഹമായിരിക്കും ആ മനുഷ്യനോട്. നിങ്ങൾ അനുഭവിച്ചു നോക്കൂ. ഇല്ലെങ്കിൽ ഇന്നു മുതൽ നമുക്കൊരു മാറ്റത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കാം. ഇസ്ഹദ് ഫിദ്ദുനിയാ ഹസനുൽ ബസ്വരിക്ക് ആളുകളെ ആവശ്യമില്ല, പക്ഷേ ആളുകൾക്ക് ഹസനുൽ ബസ്വരിയുടെ ഇൽമ ആവശ്യമുണ്ട്. ആ മഹാനായ പണ്ഡിതനിൽ നിന്ന് ഇൽമ പഠിക്കണം. ആ മഹാനായ പണ്ഡിതനിൽ നിന്ന് ഫിഖ്ഹിന്റെ മസ്അലകൾ പഠിക്കണം. ഹസനുൽ ബസ്വരിയുടെ വറഉം സൂക്ഷ്മതയും പഠിക്കണം. ജനങ്ങൾക്ക് അയാൾ ആവശ്യമുണ്ട്, ആ മഹാൻ ആവശ്യമുണ്ട്. മഹാനായ ഹസനുൽ ബസ്വരിക്ക് ജനങ്ങൾ ആവശ്യമില്ല. അതാണ് ആ മനുഷ്യന്റെ സ്വഭാവമെന്ന് ഖാലിദ് ഇബ്നു സഫ്വാൻ മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക് എന്ന അമവി ഭരണാധികാരിക്ക് കൊടുക്കുന്ന റിപ്പോർട്ട്. അത് പോയപ്പോഴേ മസ്ലമ പറയാണ്, ഇവരൊക്കെ ഷാമുകാരാണ്. ഇറാഖിലെ പണ്ഡിതനെ കുറിച്ചാണ് ഈ ചർച്ച ചെയ്തത്. ഷാമിലാണ് അവരുടെ ആസ്ഥാനം, ഖലീഫമാരുടെ അന്നത്തെ ആസ്ഥാനം അവിടെയാണ്. ഇത് കേട്ടപ്പോ മസ്ലമ പറഞ്ഞു, ഹസ്ബുക്, മതി 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 മതി, ഇറ്റ്സ് എനഫ്, മതി. ഇത്രയും നല്ലൊരു മഹാൻ ഇതുപോലെയുള്ള ഒരു മഹാൻ ജീവിച്ചിരിക്കുമ്പോ ആ നാട്ടുകാർക്ക് എങ്ങനെ പിഴവ് സംഭവിക്കാനാണ്, അവരെങ്ങനെ വഴിപിഴച്ചു പോകാനാണ്? ഇത്ര നല്ലൊരു മനുഷ്യൻ അവർക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു സമൂഹം എങ്ങനെ വഴിതെറ്റാനാണ്? ഇതുപോലെയുള്ള ഒരാൾ അവരുടെ കൂടെയുണ്ടെങ്കിൽ ആ രാജ്യത്തിന്, നാടിന്, സമുദായത്തിന് നന്മയല്ലേ, സന്മാർഗമല്ലേ? അത് എങ്ങനെ വഴിതെറ്റാനാണ് എന്ന് മഹാനായ ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹിയെ മഹാന്മാർ അവരുടെ ജീവിതത്തെ വിശകലനം ചെയ്തു. പ്രതിപാദനനായ പണ്ഡിതനാണ് ഹസനുൽ ബസ്വരിയുടെ, സുഫിയാനു സൗരിയുടെ, ജുനൈദുൽ ബഗ്ദാദിയുടെ റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ അവരുടെയൊക്കെ ചിന്താധാരകൾ കേട്ടാൽ ഒരു തത്വജ്ഞാനവും വേറെ എവിടെയും പോയി വായിക്കേണ്ടതില്ലെന്ന് തോന്നും. അത്രയും ജ്ഞാനത്തിന്റെ അകപ്പൊരുളുകൾ ഈ ലോകത്തിന് കൈമാറിയ പ്രതിപാദനരായ പണ്ഡിത മഹാമനീഷികളാണ് ഈ ഉമ്മത്തിന്റെ മുൻഗാമികളിൽ കഴിഞ്ഞ സജ്ജനങ്ങൾ. അള്ളാഹു സജ്ജനങ്ങളുടെ സ്വഭാവത്തിലേക്ക് അള്ളാഹു നമ്മയും മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിപാടി തുടങ്ങിയിട്ട് ഒരു മണിക്കൂറിലേറെ സമയമായി. അതുകൊണ്ടൊന്ന് എഴുന്നേറ്റ് നിന്ന് നിൽക്കാൻ പറ്റുന്നവർ, സ്റ്റേജിലുള്ളവരല്ല, അല്ലാത്തവരൊക്കെ എഴുന്നേൽക്കാൻ പറ്റുന്നവര് മാത്രം ഒന്ന് എഴുന്നേറ്റ് ഒരു ചെറിയൊരു റിഫ്രഷ്മെന്റ്. എല്ലാവർക്കും എന്തോ കട്ടൻ കാപ്പിക്ക് എന്തോ വന്നല്ലോ അല്ലേ? എല്ലാവർക്കും ലഡു ഉണ്ട്. ആരോ വകയായിരുന്നു ലഡു? ആ മകന്റെ ഒരു എക്സാം പാസ്സാവാൻ വേണ്ടി നിയത്ത് ചെയ്ത് 3000 ലഡു കൊടുത്തു അല്ലേ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പോ ഷുഗർ ലോല് വാങ്ങിക്കും വേണ്ട കേട്ടോ, ഷുഗർ ഇല്ലാത്തവര് വാങ്ങിച്ച് കഴിച്ചോളി, കുഴപ്പമില്ല. ചുക്ക് കാപ്പി, മാഷാ അല്ലാഹ്. 2 സഹോദരന്മാരെ, ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം, ഒരു സംഘം ചെറുപ്പക്കാർ, എല്ലാവർക്കും ചുക്ക് കാപ്പിയും. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു അതൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അതൊക്കെ വലിയ സേവനമാണ്. അവരുടെ പേരെന്താണെന്ന് പോലും നമുക്കറിയില്ല. അവർ നിങ്ങൾക്ക് ഇൽമു പഠിക്കാൻ വരുന്ന ആളുകൾക്ക്, ദീനിന്റെ സദസ്സിൽ വരുന്നവർക്ക് കുടിക്കാനൊന്ന് കൊടുക്കാം, അത് ഫ്രീ ആയിട്ട്. അതൊക്കെ മിനിമം ഒരു 5 റുപ്യെങ്കിലും ചുക്കാപ്പിക്ക് വെച്ചാൽ അപ്പം കൊടുത്തുന്നവർ ഈ സമയത്ത്, ഈ തണുപ്പിലൊക്കെ കിട്ടിയ റാഹത്ത്. പക്ഷേ ഫ്രീ ആണ്. മാഷാ അല്ലാഹ്. അല്ലാഹു അവർക്ക് സ്വർഗത്തിലെ പാനീയം അല്ലാഹു നൽകട്ടെ, സ്വർഗത്തിലെ ഭക്ഷണം അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ പരിപാടിക്ക് വേണ്ടി ചെലവിലേക്ക് ഉണ്ടോ? ഒന്നുമില്ല. ഒരു ബക്കറ്റ്
കവർ കൊടുത്തിട്ടുണ്ട്. അത് കൊണ്ടുവന്നവരുണ്ടെങ്കിൽ തിരിച്ച് ഏൽപ്പിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പോൾ കാര്യമായ ലക്ഷ്യമൊന്നുമില്ല എന്ന് മനസ്സിലായി, സമാധാനായി. നമ്മൾ 3 സ്വലാത്ത് ചൊല്ലുക. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നമ്മൾ ഹബീബിനോട് ചൊല്ലുന്ന സ്വലാത്ത് ആളുടെ പേരും അഡ്രസ് അടക്കം അല്ലാഹുവിന്റെ മലക്കുകൾ ഹബീബിനെ അറിയിക്കുന്നുണ്ടെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വലാത്ത് കൂടെ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കൈയൊന്ന് പൊക്കി നോക്കി, ഒന്ന് പൊക്കി ഒന്ന് താഴേക്ക് ഒന്ന് 2-3 തവണ ഒന്ന് ചെയ്യുന്നു. കാലൊക്കെ ഒന്ന് കുടഞ്ഞാൽ ഒരു നല്ല റാഹത്ത് ഉണ്ടാവും. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഒരു കാലിന്റെ തരിപ്പൊക്കെ മാറി ഇരുന്നോളൂ. ജസാക്കുമുല്ലാഹു ഖൈറ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സദസ്സിനെ സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. തിരക്കുള്ളവരൊക്കെ പോയിക്കൊള്ളട്ടെ, യാതൊരു പ്രയാസമില്ല ഇൻഷാ അല്ലാഹ്. ഞാൻ എൻ്റെ കാര്യം തുറന്നു പറയാണ്. എനിക്കതിൽ യാതൊരു, ഇനി കാലി കസേരയാണെങ്കിലും ഞാൻ കണക്കാക്കിയ 2 മണിക്കൂർ സമയമുണ്ട്. അത് പറഞ്ഞിട്ടേ നിർത്തുള്ളൂ. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തിരക്കുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. അതൊന്നും പ്രയാസമില്ല ഇൻഷാ അല്ലാഹ്. നമ്മുടെ തൊട്ടരികത്ത് വഫിയ കോളേജ് ഉണ്ട്. നമ്മുടെ സ്ഥലത്തിൻ്റെ പേരെന്താ? കോമ്പാറ. അവിടെ ഇപ്പോൾ SSLC കഴിഞ്ഞ മക്കൾക്കാണ്, പെൺകുട്ടികൾക്ക് താമസിച്ച് ദീനി വിദ്യാഭ്യാസവും ഭൗതികജ്ഞാനവും രണ്ടും കൂടെ നൽകപ്പെടുന്ന നമ്മുടെ വഫിയ കോളേജാണ് കോമ്പാറയിലുള്ളത്. ഇവിടെയുള്ള നമ്മുടെ SSLC കഴിയാനിരിക്കുന്ന പെൺകുട്ടികളെയൊക്കെ പറ്റുന്നവർ, സൗകര്യപ്പെടുന്നവർ, അവർക്ക് റെസിഡൻഷ്യലായി പഠിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കോമ്പാറയിൽ. ആ സൗകര്യം ഉപയോഗപ്പെടുത്തണം. വഫിയകളായി, പണ്ഡിതകളായി അവർ പുറത്തു വരുന്നു. 5 വർഷത്തെ അല്ലേ, 5 വർഷത്തെ കോഴ്സാണത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഡിഗ്രിയും കഴിഞ്ഞിട്ടാണ് അവരിറങ്ങുക. അപ്പോൾ പരിമിതമായ സീറ്റുകൾ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇന്റർവ്യൂ പാസ്സാവണം. തീർച്ചയായും അതുമായി സ്ഥാപനവുമായി ബന്ധപ്പെടണം. അതിന്റെ സഹകാരികൾക്ക്, ഗുണകാംക്ഷികൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾ, അവർ നന്നായാൽ ഒരു കുടുംബം ഒന്നാകെ നന്നാവും. ഒരു ആൺകുട്ടിയെ പോലെയല്ല, ഒരു പെൺകുട്ടി നന്നായാൽ അതൊക്കെ ഗുരുതരം. കപടവിശ്വാസിയായി പോവാതെ കാക്കേണമേ. അപ്പൊ ചോദിച്ചു, അബൂദർദായെ, നിങ്ങൾ എന്തിനാണ് കപടവിശ്വാസം പേടിക്കുന്നത്? നിങ്ങളൊക്കെ സ്വഹാബിയല്ലേ? അബൂദർദാ എന്നവരെ കണ്ടപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, തൂബാലി ഐനൈനി റഅതാ റസൂലല്ലാഹ്. അബൂദർദായെ, നിങ്ങളുടെ ആ 2 കണ്ണുകൾ ഞാൻ കാണുമ്പോൾ കൊതിയാവുന്നു. ആ കണ്ണുകളുടെ ഒരു സൗഭാഗ്യമേ, ഇത് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട കണ്ണുകളല്ലയോ? മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ ഒരുപാട് കാലം ആയുസ്സുണ്ടായിരുന്ന സ്വഹാബി കൂടിയാണ്. അപ്പോൾ ആളുകളൊക്കെ അബൂദർദാ എന്നവരെ വേർതിരിച്ച് കാണുമായിരുന്നു. ആ കണ്ണുകളെ നോക്കി ഇങ്ങനെ ഇരിക്കും. ഈ കണ്ണിന്റെ ഒരു ഭാഗ്യമേ, ഇത് ഹബീബിനെ കണ്ട കണ്ണുകളാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഹബീബിനെ സ്വപ്നത്തിൽ കാണാനുള്ള ഭാഗ്യം ഒരുപാട് തവണകൾ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അത് കണ്ടു കഴിഞ്ഞാൽ ആ ഹബീബിന്റെ തിരുമുഖം കാണാൻ കഴിയുന്നവർക്ക് ജീവിതത്തിൽ അനൽപമായ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും. തീർച്ചയാണ്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. യാ അല്ലാഹ്. അബൂദർദാ റളിയല്ലാഹു അൻഹു ആണ് കപടവിശ്വാസം വരാതെ റബ്ബേ എന്നെ കാക്കേണമേ എന്ന് നിസ്കാരത്തിന്റെ അത്തഹിയാത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ദുആ ഇറക്കുന്നത്. വമാ ലക യാ അബൂദർദാ അൻത വന്നിഫാഖ് എന്ന് മഹാനായ ജുബൈർ ഇബ്നു നുഫൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ മഹാനായ അബൂദർദാ എന്നവർ കൊടുത്ത മറുപടി, ദഅനാ അൻക. നീ എന്താ പറയുന്നത്? ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നർ റജുല ലയുഖ്ലബു അൻ ദീനിഹി ഫിസ്സാഅത്തിൽ വാഹിദതി ഫയുഖ്ലഉ മിൻഹു. അറിയുമോ, 1 മണിക്കൂർ സമയത്തിനകം തന്നെ മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിൽ, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാനിന്റെ വെളിച്ചം അല്ലാഹു ഊരിയെടുക്കാൻ സാധ്യതയുണ്ടല്ലോ. 1 മണിക്കൂർ സമയം ഇരിക്കുന്നതിനിടയ്ക്ക് ഒരുപക്ഷേ നമ്മുടെ മനസ്സിൽ അല്ലാഹുവിനെ പറ്റി വിചാരിക്കാൻ പാടില്ലാത്തത് വന്നു പോയേക്കാം. നിരീശ്വരവാദത്തിലേക്ക് പോയേക്കാം. ഒരു ചെറിയ ക്ലിപ്പ് കേട്ടാൽ മതിയാവും നിരീശ്വരവാദികളുടെ. അതിന്റെ ഉത്തരം ഒരു പണ്ഡിതന് കൊടുക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ അവസരമില്ലാതിരിക്കുമ്പോ ആ സംശയം നിഫാഖായി, റിദ്ദത്തായി,
ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന മഹാപാതകമായി പരിണമിച്ചേക്കും. ഇതൊക്കെ സംഭവിക്കാൻ മിനിറ്റുകൾ മതി. അന്ത്യനാളിനെ കുറിച്ച് മഹാനായ നബി തങ്ങൾ പറഞ്ഞൊരു അടയാളം അതാണ്. യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. വൈകുന്നേരം വീട്ടിലേക്ക് പോയപ്പോൾ ആള് ഇശാ നിസ്കരിച്ചു പോയവനാണ്. പക്ഷെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഏതോ യുക്തിവാദിയുടെ പ്രഭാഷണം കേട്ടതാണ്. നേരം വെളുത്തപ്പോൾ സുബഹിയില്ല, നിസ്കാരമില്ല, ഇനി ഇതൊന്നും വേണ്ടെന്നാണ് മനസ്സിലാക്കിയത്. യാ അല്ലാഹ്, ഇന്നലെ രാത്രി മുസ്ലിമാൻ, പിറ്റേന്ന് രാവിലെ ആള് കാഫിറാൻ. വയുസ്ബിഹു മുഅ്മിന, രാവിലെ പകലന്തിയോളം മുസ്ലിമാൻ. വയുംസി കാഫിറ, വൈകുന്നേരമായപ്പോൾ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്ന ദുരന്തങ്ങൾ അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. കരുതിയിരിക്കാൻ വേണ്ടിയാണ് നബി തങ്ങൾ പറയുന്നത്. കരുതിയിരിക്കാൻ, ജാഗ്രത വേണമെന്ന് പറയാൻ. ഞാൻ എന്തുകൊണ്ടാണ് കപടവിശ്വാസത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നത് എന്നല്ലയോ നിങ്ങളുടെ സംശയം? അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഒരേ ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് ഈമാൻ ഊരപ്പെടും. വസ്ത്രം ഊരുന്ന പോലെ വിശ്വാസം ഊരപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജീവിക്കുന്നത് എന്റെ റബ്ബിന് വേണ്ടിയാണ് എന്ന ചിന്തയിൽ മനസ്സിനെ അള്ളാഹുലേക്ക് കൊടുക്കാൻ വേണ്ടി, അള്ളാഹുവേ എന്റെ മനസ്സിലേക്ക് കപടവിശ്വാസം വരരുതേ എന്ന് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ എന്ത് കുഴപ്പമാണെന്ന് ചോദിച്ചത് സ്വഹാബിയായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു, ഖാദി ദിമശ്ക് വഹാകിമുഹാ വഅമീറുഹാ, മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു. സത്യവിശ്വാസികളെ, അള്ളാഹു നമുക്ക് ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ പരിപൂർണമാക്കി തരട്ടെ. എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന് വേണ്ടി, പടച്ച തമ്പുരാന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടിയാവാം. ഫുദൈൽ ഇബ്നു ഇയാദ് പറയാറുണ്ട് റളിയല്ലാഹു അൻഹു, ആത്മജ്ഞാനികളുടെ നേതാവാണ്. ഹൃദയ വിശുദ്ധിയെ സംബന്ധിച്ച് ഒരുപാട് ചർച്ച ചെയ്ത മഹാൻ. മനസ്സിനെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ജ്ഞാനത്തിന്റെ അനന്തമായ സാഗരം തന്നെ തീർക്കാൻ കഴിഞ്ഞ പ്രഗൽഭനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി, യാ മിസ്കീൻ, മിസ്കീനായ പാവമേ, അൻത മുസീ, നീ ഒരുപാട് തിന്മ ചെയ്യുന്നവനാണ്. വതറാ അന്നക മുഹ്സിൻ, നീ വിചാരിക്കുന്നു നീ നന്മ ചെയ്യുന്നവനാണെന്ന്. നമ്മളൊക്കെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ നന്മ ചെയ്യുന്നവരാണെന്നാണ് നമ്മൾ നമ്മളെ പറ്റി വിചാരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ തിന്മ ചെയ്യുന്നവരല്ലേ? വഅൻത ജാഹിലുൻ വതറാ അന്നക ആലിം, നീ വിവരമില്ലാത്ത ആളാണ്, പക്ഷേ നീ ആലിമാണെന്നാണ് നിന്റെ ഭാവം. മഅദല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് പഠിപ്പിക്കണമേ, ഉപകാരപ്പെടുന്ന ഇൽമ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമേ. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ, ഞങ്ങളുടെ ഇൽമ കൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നത് ഈ ലോകത്തിന്റെ ഒന്നുമാകരുതേ റബ്ബേ, നിന്റെ വജ്ഹായിരിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വതബ്ഖലു വതറാ അന്നക കരീം, നീ പിശുക്ക് കാണിക്കുന്ന ആളാണ്, പക്ഷേ നീ ധാരാളം സംഭാവന ചെയ്യുന്ന ഔദാര്യവാനാണെന്നാണ് നീ നിന്നെ കുറിച്ച് മനസ്സിലാക്കിയതല്ലേ. വഅഹ്മഖു വഅൻത തറാ അന്നക ആഖിൽ, നീ ബുദ്ധിയുള്ളവനാണെന്നാണ് നിന്നെ പറ്റി നീ ധരിച്ചു വെച്ചിരിക്കുന്നത്. സത്യത്തിൽ നീ ബുദ്ധി ഇല്ലാത്തവനല്ലേ. അജലുക ഖസീർ, നിന്റെ ആയുസ് വളരെ ചുരുങ്ങിയതല്ലയോ. വഅമലുക തവീൽ, നിന്റെ ആഗ്രഹങ്ങളോ ഒരുപാട് നീണ്ടുകിടക്കുന്നതും. പഠിത്തൊന്നും ദുന്യാവെന്ന് പോകില്ലെന്നാണ് തോന്നുന്നത്, പക്ഷേ നിന്റെ ആയുസ് എത്ര ചെറുതാണ് എന്ന് മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അലൈഹി. അല്ലാഹുവേ, നമ്മുടെയൊക്കെ ചിന്തകൾ അങ്ങനെയല്ലേ? അല്ലാഹു നമ്മെ സജ്ജനങ്ങളിൽ പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് നമ്മളെക്കാളും മുതിർന്ന ഒരാളെ കാണുമ്പോൾ ബക്ർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസ്നി തങ്ങൾ പറയുമായിരുന്നു, നിങ്ങളെക്കാളും പ്രായമുള്ള ഒരാളെ കണ്ടാൽ നിങ്ങൾ പറയണം, ഹാദാ സബഖനി ബിൽ ഈമാൻ വൽ അമലി സ്വാലിഹ്, എന്നെക്കാളും ഈമാനും സൽക്രമവും ചെയ്ത ആളായിരിക്കാം അയാൾ. ഫഹുവ ഖൈറും മിന്നി, അയാൾ എന്നെക്കാളും ഖൈറാണ്. ആണും പെണ്ണും അങ്ങനെയാണ്. അവരുടെ കൂട്ടത്തിൽ മുതിർന്നവരെ കാണുമ്പോ പഠിച്ചവനെ എന്നെക്കാളും ചെറുപ്പക്കാരെ കാണുമ്പോ, ചെറിയവരെ കാണുമ്പോ, പ്രായം കൊണ്ട് ചെറിയവരെ കാണുമ്പോ, എന്നാലും എന്നെക്കാളും നല്ലത് അവര് തന്നെയാണ്, എന്നെക്കാളും മഹത്വമുള്ളത് അവർക്ക് തന്നെ. കാരണം കൊച്ചുമോനല്ലേ, കൊച്ചു പെങ്ങളല്ലേ, ഞാൻ ചെയ്തത്ര പാപം അവർ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. എനിക്കല്ലേ പ്രായം കൂടുതൽ, അപ്പൊ ഞാനാണല്ലോ തെറ്റുകൾ കൂടുതൽ ചെയ്തിരിക്കുക. അവർ പ്രായം കൊണ്ട് ചെറുതല്ലേ, തെറ്റുകൾ കുറവായിരിക്കും. അപ്പോഴും എന്നെക്കാളും ഖൈറ് അവര് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്.
പ്രായം കൊണ്ട് മുതിരുമ്പം ചിന്തിക്കുക എന്നെക്കാൾ ഇബാദത്ത് ചെയ്തിട്ടുണ്ടാവും. പ്രായത്തിൽ ചെറിയവരെ കാണുമ്പോ ഞാനായിരിക്കും അവരെക്കാളും കൂടുതൽ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, എനിക്കല്ലേ പ്രായം കൂടുതൽ. അപ്പോഴും രണ്ട് രീതിയിൽ നോക്കുമ്പോഴും എന്റെ പ്രായത്തിൽ കൂടിയവരും കുറഞ്ഞവരും എല്ലാം എന്നെക്കാളും ഖൈറാണ്. നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നത് കാണുമ്പോൾ പറയും ഇത് അവര് കാണിക്കുന്ന അവരുടെ ഒരു ഔദാര്യമാണ്. ഇനി അവരതൊന്നും കാണിക്കുന്നില്ല, നമ്മളെ കളിയാക്കുകയാണ്. ഇത് ഞാൻ ചെയ്ത ഒരു തെറ്റിന് അള്ളാഹു എനിക്ക് തരുന്ന ശിക്ഷയാണ് ഈ പരിഹാസം. എന്റെ കൂട്ടുകാരെ ഞാൻ അപ്പോഴും കുറ്റം പറയില്ല. നോക്കണം, അവര് പ്രശംസിച്ചാൽ അള്ളാഹു ചെയ്തൊരു ഔദാര്യമാണ്. അവരെന്നെ കുറ്റം പറഞ്ഞാൽ ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ വജഹിലേക്ക് അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്തത്, അതിന് അള്ളാഹു തരുന്ന ശിക്ഷയാണ്. എങ്ങനെ നോക്കിയാലും എന്നെക്കാളും ഖൈറ് എന്റെ കൂടെയുള്ള ആളുകളാണ്. ഇതാണ് ഒരു വിശ്വാസി ചിന്തിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ഹാബിൽ നിന്ന് നബിതങ്ങളിൽ നിന്ന് കിട്ടിയ വെളിച്ചമാണ് സജ്ജനങ്ങൾ തലമുറകളിലേക്ക് കൈമാറുന്നത്. അതാണ് ഖൈറുൽ ഖുറൂനി ഖർനി ثم الذين يلونهم ثم الذين يلونهم. മനസ്സിനുള്ളിൽ നിന്ന് വരുന്ന വിശ്വാസം. മഹാനായ ഉത്ബത്തുൽ ഗുലാം റഹ്മത്തുള്ളാഹി അലൈഹി, ഗുലാം എന്നാൽ ചെറുപ്പക്കാരൻ എന്നാണ്. പക്ഷേ മഹാനായ ഉത്ബത്തുൽ ഗുലാം ഉത്ബത്ത് ഇബ്നു അബാൻ ഇബ്നു സുംആ റളിയല്ലാഹു അൻഹു, മഹാനായ ഉത്ബത്ത് ഇബ്നു അബാൻ ഇബ്നു സുംആ മഹാനവറുകൾ വാർദ്ധക്യത്തിൽ പോലും ഒരു ചെറുപ്പക്കാരന്റെ ചുറുചുറുക്കിൽ ഇബാദത്ത് ചെയ്തിരുന്ന മഹാനാണ്. അതിന്റെ പേരിൽ മുസ്ലിം ലോകം അവർക്ക് കൊടുത്ത പേരാണ് ഉത്ബത്തുൽ ഗുലാം, ചെറുപ്പക്കാരനായ ഉത്ബ. വല്ലാത്ത കരച്ചിലാണ്. അന്നത്തെ പ്രഗൽഭനായ പണ്ഡിതനും വാഇദും പ്രഭാഷകനുമായിരുന്ന അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു 9 വർഷം അവിടെ വഅദ് പറഞ്ഞപ്പോൾ ആ സദസ്സിലിരുന്ന് മഹാനായ ഉത്ബത്തുൽ ഗുലാം കരയുമായിരുന്നു. ആ കരച്ചിൽ കൊണ്ട് കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് തങ്ങളുടെ വഅദ് കേൾക്കാൻ കഴിയില്ലായിരുന്നു. മസ്ജിദിൽ അന്ന് മൈക്കുന്നില്ലല്ലോ. മഹാനവറുകൾ ഇങ്ങനെ കരയും. ഇത് കരഞ്ഞപ്പോൾ ചിലരൊക്കെ പറഞ്ഞു, മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് ശൈഖ് അവറുകളെ, നിങ്ങളുടെ വഅദ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഉത്ബ ഇരുന്ന് കരയുകയാണ്. ഉത്ബത്തുൽ ഗുലാം, അവരോടൊന്ന് കരയണേ എന്ന് പറയാമോ? അപ്പോഴാണ് മഹാനവറുകൾ പറഞ്ഞത്, അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന ഒരാളോട് നിങ്ങൾ കരയരുത് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എത്ര വലിയ മോശക്കാരനായ പ്രഭാഷകനാണ്, ഞാൻ എത്ര വലിയ മോശക്കാരനാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു കരച്ചിലല്ലേ നമുക്ക് വേണ്ടത്. അദ്ദേഹം അല്ലാഹുവിനെ പറ്റി ഓർക്കുന്ന ആ ഒരു ഓർമ്മയല്ലേ നമ്മെ ചിന്തിപ്പിക്കേണ്ടത്. നമുക്കെന്തേ കരയാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ട് കരയാൻ കഴിയുന്നില്ല? അല്ലാഹുവിനെ ഓർക്കുമ്പോൾ റബ്ബിനെ കാണാനുള്ള കൊതി കൊണ്ടെങ്കിലും കരച്ചിൽ വരണം. അല്ലാഹുവിനെ ഓർക്കുമ്പോൾ ചെയ്തു പോയ തെറ്റുകളാൽ ഞാൻ എങ്ങനെയാണ് റബ്ബേ നിന്റെ മുമ്പിലേക്ക് വിചാരണക്ക് ഹാജരാവുക? ഓർത്തുകൊണ്ട് കരയണ്ടേ? നാളെ ഒരു കോർട്ട് കേസുണ്ട്, നാളെ കോടതിയുണ്ടെങ്കിൽ തലേ രാത്രി ഉറക്കം വരാത്ത മനുഷ്യന്മാരല്ലേ നമ്മള്? അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്ന യാത്രയെക്കുറിച്ച് ഓർക്കുമ്പോൾ اليوم نختم على أفواههم, വായകൾക്ക് അല്ലാഹു സീൽ വെക്കുകയും വതുകല്ലിമുനാ ഐദീഹിം, കൈകൾ അല്ലാഹുവിനോട് സംസാരിക്കുകയും വതശ്ഹദു അർജുലുഹും, കാലുകൾ അവർക്ക് സാക്ഷി പറയുകയും ചെയ്യുമ്പോൾ ആ വിചാരണയെ നമ്മൾ എത്ര പേടിക്കേണ്ടവരാണ്. മഹാനായ ഉത്ബത്തുൽ ഗുലാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രഗൽഭനായ ശിഷ്യനുണ്ട് ഖുദാമത്ത് ഇബ്നു അയ്യൂബ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ ഉത്ബത്തുൽ ഗുലാം വഫാത്തായപ്പോൾ ചോദിച്ചു, മാ സന അല്ലാഹു ബിക ഉത്ബ, അല്ലാഹു എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറിയത്? എന്തേ നിങ്ങൾക്ക് സംഭവിച്ചത്? ആത്മാക്കളുടെ ആത്മീയ ലോകവുമായി മരണപ്പെട്ട ആളുകളുമായി റൂഹുകൾക്ക് ബന്ധിക്കാൻ കഴിയും. മഹാനായ അലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ അവர்கள் കിതാബുർ റൂഹിൽ വളരെ മനോഹരമായി വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. മഹാനായ ഖുദാമത്ത് ഇബ്നു അയ്യൂബാണ് ചോദിച്ചത് റഹ്മത്തുള്ളാഹി അലൈഹി, ഉത്ബത്തുൽ ഗുലാമിന്റെ സ്വഹാബിൽപ്പെട്ട മഹാൻ, മാ സന അല്ലാഹു ബിക, അല്ലാഹു എന്തേ നിങ്ങളോട് ചെയ്തത്? പറഞ്ഞു, യാ ഖുദാമ ദഖൽതുൽ ജന്ന ബിതിൽക ദഅവാതിൽ മക്തൂബതി ഫീ ബൈതിക്. ഖുദാമ, നിങ്ങളുടെ വീടിന്റെ ചുമരിൽ ഞാൻ എഴുതി വെച്ച പ്രാർത്ഥനയില്ലേ, ആ പ്രാർത്ഥന കാരണം അല്ലാഹു എനിക്ക് സ്വർഗ്ഗപ്രവേശനം സാധ്യമാക്കിയിരിക്കുകയാണ്. സ്വർഗ്ഗവാസികൾ സ്വർഗ്ഗത്തിലെത്തുന്നത് ഖിയാമത്ത്
ഖിയാമത്തിന്റെ ശേഷമാണ്. എന്നാൽ തന്നെയും ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് അവരെത്തിച്ചേരാൻ പോകുന്ന സ്വർഗ്ഗം അല്ലാഹു കാണിച്ചു കൊടുക്കും. ആ കാഴ്ച ഖബറിലുണ്ട്. അതാണ് മഹാനവറുകൾ പറയുന്നത്. ഏതാണ് ആ പ്രാർത്ഥന എന്നറിയുമോ? മഹാനായ ഖുദാമത്ത് ഇബ്നു അയ്യൂബ് എന്നവർക്കറിയില്ല അങ്ങനെ ഒരു എഴുത്ത് തന്റെ വീടിന്റെ ചുമരിൽ എഴുതി വെച്ചു പോയത്. മഹാനായ മർഹൂം മന്ത്രുപ്പാപ്പുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെടുന്ന വീടുകളിൽ ചെന്നാൽ എഴുതി വെക്കും. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഇത്ര വർഷം ജനിച്ചു, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് വഫാത്തായി, ഇന്ന സ്ഥലത്ത് മറവ് ചെയ്യപ്പെട്ടു, അവരുടെ മുഅല്ലഫാത്തുകൾ ഇന്നതൊക്കെയാണ്. ലോക പ്രശസ്തരായ പണ്ഡിതന്മാരുടെ ജനനവും മരണവും, അവരുടെ കിതാബുകൾ, അവരുടെ മുഅല്ലഫാത്തുകൾ, അവരുടെ മശായിഖന്മാർ ആരൊക്കെയാണ്, ഇതൊക്കെ എഴുതി വെക്കുന്ന വീടുകൾ. അതിന്റെ കൂട്ടത്തിലാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കും ഇന്ന ദിവസം എന്ന് എഴുതി വെച്ചത്. അത് ചില ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടായി, പക്ഷെ പറഞ്ഞ പോലെ കൃത്യമായ ആ ഡേറ്റിന് തന്നെയാണ് ആ സംഭവം നടന്നത് എന്നത് മറ്റൊരു അത്ഭുതം. മഹാനായ അന്തറുപ്പാപ്പ റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ ഖബറുടെ ാക്കി കൊടുക്കട്ടെ. ചില ആളുകൾക്ക് അല്ലാഹു ചില ഉൾവിളികൾ കൊടുക്കുകയാണ്, ചില ഇൽഹാമുകൾ നൽകുകയാണ്. ഒരുപക്ഷെ നമുക്ക് അവരൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നത് മരിച്ചുപോയതിനു ശേഷമായിരിക്കും. സുബ്ഹാനല്ലാഹ്. എഴുതി വെക്കുന്ന ആളുകൾ. ഉത്ബത്തുൽ ഗുലാം, മഹാനായ ഉത്ബത്തുൽ ഗുലാം തന്റെ ശിഷ്യനായ ഖുദാമത്ത് ഇബ്നു അയ്യൂബ് തങ്ങളുടെ വീട്ടിൽ എഴുതി വെച്ചത് ആ സ്വപ്ന ദർശനം കണ്ടപ്പോ ഖുദാമ പറയാണ് റഹ്മത്തുള്ളാഹി, ഞാൻ നേരം വെളുത്തപ്പോ, രാത്രി ബൾബൊന്നുമില്ലല്ലോ, പഴയ കാലല്ലേ, വെളിച്ചം വരാൻ വേണ്ടി കാത്തിരുന്നു. നേരം വെളുത്തപ്പോ നിന്റെ വീടിന്റെ ചുമരിൽ എഴുതി വെച്ച പ്രാർത്ഥനയാണ് എനിക്ക് രക്ഷയായത് എന്ന് പറഞ്ഞപ്പോ ഞാനത് കാത്തിരുന്നു. നോക്കുമ്പോ പ്രാർത്ഥന ഇങ്ങനെയാണ്: യാ ഹാദിയൽ മുദല്ലീൻ വയാ റാഹിമൽ മുദിൻ ومقيل عثرات العاثرين ارحم عبدك ذا الخطر العظيم والمسلمين كلهم أجمعين وجعلنا مع الأحياء المرزوقين مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين آمين رب العالمين. ഇങ്ങനെ ഒരു പ്രാർത്ഥന അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചുമരിൽ. എന്താണ് അതിനർത്ഥം? യാ ഹാദിയൽ മുദല്ലീൻ, വഴിപിഴക്കുന്ന ആളുകൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നവനെ, വഴിപിഴപ്പിക്കുന്നവർക്കും സന്മാർഗം കാണിച്ചു കൊടുക്കുന്നവനെ. ഇന്ത്യയിൽ മുസ്ലിമീങ്ങളോട് ദേഷ്യമുള്ള ഒരു ന്യൂനപക്ഷമുണ്ട് അല്ലെ? അതിലൊക്കെ തനി സ്വഭാവം മനസ്സിലാവാൻ ഇപ്പോഴത്തെ സന്ദർഭങ്ങളൊക്കെ ഇടയായി എന്നത് വലിയൊരു ഖൈറാണ്. ആളുകളുടെ ഉള്ളിൽ ഇപ്പൊ എന്തായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. നമ്മൾ അവർക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നാ അവർക്ക് വേണ്ടി ഹിദായത്തിനെ ചോദിക്കണം. അല്ലാഹുവേ, നിന്റെ ദീനിനെ കുറിച്ച് അവർക്കറിയില്ല. അവർക്ക് ദീനിനോട് അന്ധമായ വെറുപ്പ് ആരോ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ, കുടിപ്പകയുടെ പേരിൽ, അല്ലാഹുവേ ഈ ദീനിലേക്ക് കടന്നു വരാനുള്ള ഹിദായത്ത് നീ കൊടുക്കണമേ റബ്ബേ. അതാ ദ്വാരക്കേണ്ടത്. എന്നിട്ട് പറയണം, നിന്റെ ഹിദായത്ത് അവർ അർഹിക്കുന്നില്ലെങ്കിൽ അവരുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും അല്ലാഹുവേ ഈ ഉമ്മത്തിനെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ അവകാശമുള്ളൂ. ലഅനത്ത് ചെയ്യാൻ, ശപിക്കാൻ പാടില്ല. ജീവിച്ചിരിക്കുന്ന ആളുകളെ ശപിക്കാൻ പാടില്ല. എന്തേ? ഒരുപക്ഷെ ഹിദായത്ത് കിട്ടിയാലോ? ഇസ്ലാമിനെതിരെ ഉറഞ്ഞു തുള്ളിയ വലിയ വലിയ കോമരങ്ങൾ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയവർ പിന്നീട് മുസ്ലിമായി വന്നിട്ടേ ഉള്ളൂ. അവർക്കിതിനറിയില്ല. ഈ വെളിച്ചത്തിന്റെ മഹത്വം എത്രയാണെന്ന് അവർക്കറിയില്ല. അവരാരോ തെറ്റിദ്ധരിപ്പിച്ച് പിരികയറി നടക്കുകയാണ്. അവരോട് നമുക്ക് സഹതാപമാണ്. ഈ വെളിച്ചം ലോകത്തില്ലെങ്കിൽ മനുഷ്യ സംസ്കാരമുണ്ടോ? ദീനിന്റെ പേരിൽ ആരെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ പേരിൽ ഈ മതം എന്ത് തെറ്റ് ചെയ്തു? ഇസ്ലാം എന്ത് ചെയ്തു? നന്മയല്ലാതെ മറ്റെന്താണ്? തെറ്റിദ്ധാരണകളും തെറ്റിദ്ധരിപ്പിക്കലുകളും ചരിത്രത്തെ വളച്ചൊടിച്ചതും മാറ്റിവെച്ചാൽ, ഇസ്ലാമിനെ പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവരാരും ഇങ്ങനെ എതിർക്കില്ലായിരുന്നു. അവർക്ക് ഹിദായത്തിനെ ചോദിക്കുക, അല്ലാഹു ഹിദായത്ത് കൊടുക്കണമേ. നിന്റെ ഹിദായത്ത് അവർ അർഹിക്കുന്നില്ലെങ്കിൽ അവരുടെ എല്ലാവിധ ദുൽമുകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അത്രയും നമുക്ക് ദ്വാരക്കാൻ പാടുള്ളൂ. അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ഹിദായത്ത് അവർ അർഹിക്കുന്നില്ലെങ്കിൽ അവരുടെ എല്ലാ ദുൽമിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത്രയും നമുക്ക് പറയാൻ പറ്റും. നമ്മൾ സഹദിപ്പിക്കണം, അവർക്ക് വേണ്ടി ദുആയിരക്കണം. നബി തങ്ങൾ ദുആയിരക്കുമായിരുന്നു. അല്ലാഹുമ്മ അൻജിൽ വലീദ് ഇബ്നുൽ മുഗീറ, വലീദ് ഇബ്നു മുഗീറക്ക് നീ ദീനിലേക്ക് വരാനുള്ള രക്ഷ കൊടുക്കണേ, നീ രക്ഷപ്പെടുത്തണേ. വലീദ് ഇബ്നു മുഗീറ അന്ന് ശത്രുപക്ഷത്താ. പക്ഷെ തങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഖുനൂത്തിൽ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ അൻജിൽ വലീദ് ഇബ്നു മുഗീറ, വലീദ് ഇബ്നു മുഗീറയെ അല്ലാഹു നീ രക്ഷപ്പെടുത്തണേ. തങ്ങൾ ദുആയിരക്ക സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുവാൻ വലീദ് ഇബ്നു മുഗീറ, മുസ്ലിം ആയിട്ടില്ല, പക്ഷെ തങ്ങൾ ദുആയിരുന്നിട്ടുണ്ട് അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ഹാദിയൽ മുദല്ലീൻ, ഉത്ബത്തുൽ ഗുലാം തന്റെ ശിഷ്യനായ ഖുദാമത്ത് ഇബ്നു അയ്യൂബ് തങ്ങളുടെ വീടിന്റെ ചുമരിൽ എഴുതി വെച്ചത് യാ ഹാദിയൽ മുദല്ലീൻ
വഴി പിഴപ്പിക്കുന്നവർക്കും വഴി പിഴച്ചവർക്കും സന്മാർഗം കൊടുക്കുന്നവനെ അല്ലാഹുവേ. വയാ റാഹിമൽ മുദ്നിബീൻ, പാപങ്ങൾ ചെയ്യുന്നവരോട് കരുണ കാണിക്കുന്നവനെ അല്ലാഹുവേ. ഈ ദുനിയാവിൽ ഒരു മനുഷ്യനോട് തെറ്റ് ചെയ്താൽ ഒരു മനുഷ്യന് നമ്മളോട് കരുണ കാണിക്കൂല, പ്രത്യേകിച്ച് നമ്മൾ ആരോടാ തെറ്റ് ചെയ്തോ അവർ. പക്ഷെ അല്ലാഹു അങ്ങനെ കുഴിയിലേക്ക് എത്തിയവർക്ക് അവരുടെ എല്ലാ പാപങ്ങളും മായ്ച്ചു കൊടുക്കുന്നവനെ അല്ലാഹുവേ. ഇർഹം അബ്ദക ദൽ ഖതറിൽ അദീം, പടച്ചവനെ നിന്റെ അടിമയായ എനിക്ക് എത്രയോ വലിയ തെറ്റുകളുണ്ട്, നീ പൊറുക്കേണമേ. വൽ മുസ്ലിമീന കുല്ലിഹിം അജ്മഈൻ, എനിക്ക് മാത്രമല്ല എല്ലാ വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കേണമേ. വജഅൽനാ മഅൽ മർസൂഖീൻ, ഖബറിന്റെ ഉള്ളിലും നീ ഭക്ഷണം കൊടുത്ത് പരിപാലിക്കുന്ന ആ ഖബറിന്റെ ലോകത്ത് ജീവനുള്ള ആളുകളുണ്ടല്ലോ നീ പറഞ്ഞവർ, അവരുടെ കൂട്ടത്തിലേക്ക് ഞങ്ങളെയും ആക്കേണമേ. മഅല്ലദീന അൻഅംത അലൈഹിം, നിന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ കൂട്ടത്തിലേക്ക് ഞങ്ങളെയും ചേർക്കണമേ. മിനൻ നബിയീൻ, പ്രവാചകന്മാർ, വസ്സുദ്ദീഖീൻ, സച്ചരിതരായ ആളുകൾ, അവർ പ്രവാചകന്മാരല്ല. വശുഹദാ, നിന്റെ ദീനിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവർ. വസ്വാലിഹീൻ, സജ്ജനങ്ങളായി ജീവിച്ച ആളുകൾ. അല്ലാഹു അവരോടൊപ്പം ഞങ്ങളെയും എന്നെയും ചേർത്തേണമേ. ആമീൻ റബ്ബൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവേ നീ ഇതിന് ഉത്തരം നൽകണമേ എന്ന ഒരു പ്രാർത്ഥന മഹാനായ ഉത്ബത്തുൽ ഗുലാം തന്റെ ശിഷ്യനായ ഖുദാമത്ത് ഇബ്നു അയ്യൂബ് തങ്ങളുടെ വീടിന്റെ ചുമരിൽ എഴുതി വെച്ചിരുന്നു. ആ പ്രാർത്ഥനയെ കുറിച്ചാണ് മഹാൻ പറയുന്നത്. സജ്ജനങ്ങളെ പോലെ ആവാൻ എന്നെ കൊണ്ടായില്ല റബ്ബേ, പക്ഷേ അവർക്കൊക്കെ നീ കൊടുക്കുന്ന നന്മകൾ അവരോടൊപ്പം എന്നെയും ചേർത്തേണമേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മഹാനായ ഉത്ബത്തുൽ ഗുലാം റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാനായിരുന്നു. അല്ലാഹുവിനോട് ചോദിച്ച 3 ചോദ്യമുണ്ട്. ദഅ ഉത്ബത്തുൽ ഗുലാം റബ്ബഹു അൻ യഹബ ലഹു 3 ഖിസ്വാൽ ഫീ ദാരിദ് ദുനിയാ, ഈ ലോകത്തെ 3 കാര്യമാണ് മഹാൻ അല്ലാഹുവിനോട് ചോദിച്ചത്. 3 കാര്യം. ഒന്ന്, അല്ലാഹുവിനോട് ചോദിച്ചു ദഅല്ലാഹ അൻ യമുന്ന അലൈഹി ബിസൗതിൻ ഹസീൻ, സങ്കടപ്പെട്ട് കരയാൻ കഴിയുന്ന ശബ്ദം തരണമേ റബ്ബേ, കരഞ്ഞുകൊണ്ട് ദുആ ഇറക്കാൻ കഴിയുന്ന ശബ്ദം. വദംഇൻ ഗസീർ, ഒരുപാട് കണ്ണുനീർ തരണമേ. വഗിദാഇൻ മിൻ ഗൈരി തകല്ലുഫിൻ, ഒരു പ്രയാസവുമില്ലാതെ എന്റെ ഭക്ഷണം എന്റെ മുമ്പിലേക്ക് എത്തിക്കണമേ. ഇത് 3 ഞാൻ നിന്നോട് ചോദിക്കുന്നത്. ആ മഹാനുഭാവൻ വിശുദ്ധ ഖുർആൻ അതിന്റെ ഭാരം നമുക്കറിയില്ല, അതിന്റെ ആന്തരികമായ രഹസ്യങ്ങൾ നമുക്കറിയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ വചനം എത്ര മഹത്തരമാണ്. കാലം മുഴുവനും കരയുകയായിരുന്നു. വീട്ടിലേക്ക് എത്തിയാൽ മഹാന്റെ മുമ്പിലേക്ക് ഭക്ഷണം വരുമായിരുന്നു. എവിടെ നിന്നാണ് വരുന്നത് എന്നറിയില്ല. കറാമത്തുകൾ ഉണ്ടായിരുന്ന മഹാനാണ് ഉത്ബത്തുൽ ഗുലാം. പക്ഷികൾ ഇങ്ങനെ പറക്കുമ്പോഴേ ചില പക്ഷികളെ കാണുമ്പോൾ സന്തോഷം ഇഷ്ടവും തോന്നും. ആ പക്ഷികൾ മടിയിൽ വന്ന് പെടഞ്ഞു കൊടുക്കും, ആ പക്ഷികളെ തലോടി കൊടുക്കും. ആ പക്ഷികളെ തലോടിയിട്ട് പോകാൻ വേണ്ടി യുസയ്യിബുഹു, കൈ ഇങ്ങനെ മാറ്റി വെച്ചു കൊടുക്കും. ഫതതീർ, അപ്പോ ആ പക്ഷി ഇങ്ങനെ പറന്നു പോകും. അങ്ങനത്തെ അത്ഭുതങ്ങൾ കാണിച്ച മഹാനായ ഉത്ബത്തുൽ ഗുലാം റഹ്മത്തുള്ളാഹി തആല അലൈഹി. അല്ലാഹുവിന് വേണ്ടി ജീവിച്ച് പടച്ച തമ്പുരാനെ ഓർത്ത് കരയുകയും സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഉമ്മ ചോദിക്കുമായിരുന്നു, മോനെ നീ നിന്റെ ശരീരത്തോട് ഒരൽപ്പം കരുണ കാണിച്ചുകൂടെ മോനെ, എന്തിനാണ് ഈ കരയുന്നത്? ഉമ്മ, എന്റെ ശരീരത്തോട് ഞാൻ കരുണ കാണിക്കാനാണ് ഈ കരയുന്നത്. അല്ലാഹു 2 കണ്ണുകൾക്ക് നരകം നിഷിദ്ധമാണെന്ന് പറഞ്ഞില്ലയോ? ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണല്ലേ ഒരു കണ്ണത്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് കരയാൻ, എനിക്ക് നാളെ രക്ഷപ്പെടണം ഉമ്മ. മഹത്തുക്കൾ കഴിഞ്ഞുപോയ വഴിയിലൂടെ നമുക്ക് കഴിയണം. അല്ലാഹുവിനെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. നമ്മളൊക്കെ അങ്ങനെ കൂളായിട്ട് ഈ ലോകത്തിന്റെ വിഷയം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. കണ്ണ് ചിമ്മിയാൽ നമ്മെ പൊതിഞ്ഞു കൊണ്ടുപോയി ഖബറിൽ കിടത്തിയാൽ അവിടെ അങ്ങോട്ടുള്ള ലോകത്തിന് നമ്മൾ എന്താ ഒരുങ്ങിയിട്ടുള്ളത്? ഏത് റിക്കാർഡാണ് നമ്മുടെ കയ്യിലുള്ളത്? എന്ത് പേപ്പറാണ് നമ്മുടെ കയ്യിലുള്ളത്? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുന്ന ഈ യാത്രയിൽ നമ്മളത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു ഘട്ടമല്ലേ അത്? ആർക്കും അതിന് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. ആരാണ് ഇവിടുന്ന് ഇനി ഇവിടുന്ന് എല്ലാവരും പോയിക്കോളൂ, ഞങ്ങൾ മാത്രം നിന്നോളാന്ന് പറഞ്ഞാലും അവരും 60-70 കഴിഞ്ഞാൽ പോകണം. ആരവിടെ നിൽക്കാൻ?
ആരും നിൽക്കില്ല. ഈ ലോകം അള്ളാഹു പടച്ചത് അങ്ങനെയാണ്. ആരും ഇവിടെ നിൽക്കില്ല. എല്ലാവരും പോകണം. എല്ലാവരെയും അള്ളാഹു കൊണ്ടുപോകും. ഇതൊരു വാടക വീട് പോലെയാണ്. ടൈമായ ഒഴിഞ്ഞെടുക്കണം. അടുത്ത ആൾ ഇവിടെ വരും, ഭൂമിയിൽ വരും. നമ്മെപ്പോലെ ഭൂമിയിൽ നടന്നവരാണ് ഇന്ന് ഖബറിൽ കിടക്കുന്നവര്. അവർ നമ്മളെപ്പോലെ വീടും പറമ്പൊക്കെ ഉണ്ടായിരുന്നവരാണ്, യാത്ര ചെയ്തവരാണ്, വെളിച്ചത്തിൽ ഇരുന്നവരാണ്, കുടുംബം നോക്കിയവരാണ്, അധ്വാനിച്ചവരാണ്. അവരിലേക്ക് നമ്മളും ചേരാൻ പോവാണ്. അള്ളാഹു അവരൊക്കെ എത്തിയിടത്തേക്ക് ഞങ്ങളും എത്തുമ്പോൾ അള്ളാഹു നീ ഞങ്ങളോട് റഹ്മത്ത് കാണിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂ മുഹമ്മദുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി, ഹബീബുൽ ഫാരിസി എന്നറിയപ്പെടുന്ന മഹാനായ മുസ്തജാബു ദഅവയായ കച്ചവടക്കാരനായ പണ്ഡിതൻ, കച്ചവടക്കാരനാ. അള്ളാഹുവിന്റെ അരികത്ത് നിന്ന് അള്ളാഹുവിനോട് സ്വന്തം ശരീരത്തെ അള്ളാഹുവിനോട് ദാനധർമ്മം ചെയ്തുകൊണ്ട് നഫ്സിനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച മഹാനാണ് ഹബീബുൽ ഫാരിസി, അബൂ മുഹമ്മദുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ 40,000 ദിർഹം വരുന്ന കോയിനുകൾ, 40,000 വലിയ ചാക്കുകൾ മഹാനവറുകൾ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, യാ റബ്ബ്, ഇതെല്ലാം ഞാൻ പാവപ്പെട്ടവർക്ക് ഞാൻ സ്വതക്ക ചെയ്യുകയാണ്. യാ റബ്ബ്, ഇശ്തറൈതു മിൻക നഫ്സി ബിഹാദിഹി. ഭാവനകൾക്ക് പകരമായി, ദാനധർമ്മത്തിന് പകരം എന്റെ ശരീരം ഞാൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. റബ്ബേ, നീ സ്വീകരിക്കണമേ. 40,000 പാവങ്ങൾക്ക് സംഭാവന ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു 40,000. എന്നിട്ട് പറഞ്ഞു, യാ റബ്ബ്, റബ്ബേ, ഞാൻ ആദ്യം ചെയ്ത 40,000 നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള നന്ദിയാണല്ലോ ഞാൻ ഇത്തരുന്ന രണ്ടാമത്തെ 40,000. യാ റബ്ബ്. എന്നിട്ട് മൂന്നാമത്തെ ഒരു 40,000 ദിർഹം എടുത്തിട്ട് പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്തുകൊണ്ട് പറഞ്ഞു, റബ്ബേ, എന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും 40,000 നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്റെ മൂന്നാമത്തേത് നീ സ്വീകരിക്കണമേ റബ്ബേ. പിന്നെ ഒരു 4ാമത്തതും വെച്ചു കൊടുത്തു. എന്റെ 3ാമത്തേത് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു നന്ദിയായിട്ട് കിടക്കട്ടെ റബ്ബേ, മറ്റൊരു 40,000. അങ്ങനെ സ്വന്തം സമ്പാദ്യം കൊണ്ട് ആഖിറം വാങ്ങിക്കാൻ തയ്യാറായ അബൂ മുഹമ്മദ് ഹബീബുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് കറാമത്തുകൾ കാണിച്ച മറ്റൊരു പണ്ഡിതനാണ്. താബിഈങ്ങളുടെ കാലത്തിനൊടുവിൽ വന്ന മഹാനായ ഹബീബ് അബൂ മുഹമ്മദുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹി വീട്ടിലെ ഭാര്യയോട്, അംറ എന്ന് പറയുന്ന ഭാര്യയോട്, പെണ്ണിനോട്, പെണ്ണെ ഭക്ഷണം ഉണ്ടാക്കണം. ആ മഹദി റൊട്ടി ഉണ്ടാക്കാനുള്ള മാവ് ഇങ്ങനെ കുഴച്ചു വെച്ച് തീ കൊണ്ടുവരാൻ, കനൽ കൊണ്ടുവരാൻ വേണ്ടി പുറത്തു പോയപ്പോ ഒരു യാചകൻ വാതിൽക്കൽ വന്ന് ചോദിച്ചു, ഭക്ഷണമുണ്ടോ? മഹാനവറുകൾ ഈ കുഴച്ചു വെച്ച മാവ് ഭാര്യ തീ കൊണ്ടുവരാൻ പോയതാണ്. ആ ഇടക്ക് ഭാര്യ വരുന്നതിന് മുമ്പ് ഈ മാവെടുത്ത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ഭാര്യ വന്നപ്പോഴേ സുബ്ഹാനല്ലാഹ് കാണുന്നില്ല, ഭക്ഷണം കാണുന്നില്ല. അവര് ചോദിച്ചു, ഐനൽ അജീൻ, എവിടെയാണ് നമ്മുടെ മാവ്? റൊട്ടി ഉണ്ടാക്കണ്ടേ, അപ്പം ഉണ്ടാക്കണ്ടേ, എവിടെയാണത്? പറഞ്ഞു, അത് ആ മാവ് റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. തമാശയായിട്ട് പറഞ്ഞതാ. പിന്നെ നമ്മുടെ ചെറിയൊരു സംഭാവന നമ്മുടെ ഈ പരിപാടിയുടെ, ചെറുതല്ല വലുതന്നെ ആയിക്കോട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹുവിന്റെ ദീനെ സഹായിക്കാൻ തൗഫീഖ് നൽകട്ടെ. 40,000 4 തവണ കൊടുത്തൊരു മഹാനപ്പ പറഞ്ഞു വെച്ചപ്പോഴാണ് ബക്കറ്റിട്ട് വന്നത്. സുബ്ഹാനല്ലാഹ്, അതൊരു കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുകയാണ്. സുബ്ഹാന ജല്ല ജലാലു, നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു നല്ല സഹായം ഈ പരിപാടി, നമ്മൾ അറിയാലോ, ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ കഴിയാൻ ഇവിടുത്തെ നമ്മുടെ കസേരയും ലൈറ്റും സൗണ്ടും ഒക്കെ തയ്യാർ ചെയ്തതിന് വലിയ ചെലവ് നമ്മുടെ പ്രവർത്തകർക്ക് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് സഹായിക്കണം. നമ്മുടെ ഒരു വീട്ടിലെ പരിപാടി പോലെ കരുതിയേക്ക്. കാരണം അവരാർക്കും വീട്ടിൽ കൊണ്ടുപോകാനല്ല, നമ്മുടെ ഈ പരിപാടിയുടെ ചെലവിലേക്കാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണേ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുദിൽ അജീൻ, ഐനൽ അജീൻ, എവിടെയാണ് നമ്മുടെ മാവ് എന്ന് ചോദിച്ചു. പറഞ്ഞു, അതെ, റൊട്ടി ഉണ്ടാക്കാൻ കൊണ്ടുപോയത്, അപ്പൊ കൊണ്ടുവരുന്നു പറഞ്ഞു. അത് പറയുന്നത് തമാശയാണെന്ന് ഭാര്യക്കറിയാം. ചോദിച്ചു, എന്തേ സംഭവിച്ചത്? അപ്പൊ പറഞ്ഞു, അപ്പൊ തുറന്നു പറഞ്ഞു, അതെ, ഒരാളിപ്പോ വന്ന് ചോദിച്ചപ്പോ ഞാൻ എടുത്തു കൊടുത്തതാണ്. സുബ്ഹാനല്ലാഹ്, അത്രയൊക്കെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? വീട്ടിൽ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി എടുത്തു വെച്ച ഭക്ഷണം മറ്റൊരാൾ ചോദിച്ചപ്പോൾ എടുത്തു കൊടുത്തു. അപ്പൊ ഭാര്യ പറഞ്ഞു, അല്ല പിന്നെ നമുക്ക് ഭക്ഷണം വേണ്ടേ? ഭർത്താവിന്റെ ആ ഒരു ലെവലിലേക്ക്, ഈമാനിലേക്ക് ഭാര്യയ്ക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു, നമുക്ക് ഭക്ഷണം വേണ്ടേ? പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാള് വാതിൽക്കൽ വരുന്നു. ഇത് ഹബീബുൽ ഫാരിസിയുടെ വീടല്ലയോ? അതെ,
അപ്പൊ നോക്കുമ്പോ ഒരു വലിയ പാത്രം നിറയെ ഖുബ്സും അതിൽ മാംസവുമുണ്ട്. മഹാൻ പറഞ്ഞു, യാ അല്ലാഹ്, ഇത്ര പെട്ടെന്ന് അവരും റൊട്ടിയുണ്ടാക്കി മാംസവും കൂട്ടിക്കലർത്തി കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നോക്കുമ്പോൾ അത് മറ്റാരുടെയോ കൈകളിലൂടെ അള്ളാഹു മഹാന്റെ വീട്ടിലേക്ക് എത്തിച്ചതായിരുന്നു. യാ അല്ലാഹ്, ഇത് ജീവിതത്തിൽ അനുഭവിച്ചൊരു മഹാനവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളിലെ വലിയ വലിയ ചില സംഭവങ്ങൾ മാത്രമാണിത്. ബഹുമാനപ്പെട്ടവരുടെ അരികത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു 500 ദിർഹം കടം വേണം കേട്ടോ. അദ്ദേഹം പറഞ്ഞു, നീ ആരുടെ അടുത്ത് കടം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്? തൽക്കാലം അയാളുടെ അടുത്ത് വാങ്ങിക്കും, ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. 500 ദിർഹം കടം വാങ്ങിച്ച് തിരിച്ചു വന്നു. അങ്ങനെ അവധിയായപ്പോ മഹാൻ പറഞ്ഞു, പിന്നെ നിങ്ങളെ തന്ന ഉറപ്പിലാണ് ഞാൻ 500 ദിർഹം കടം വാങ്ങിച്ചത്, അതിപ്പോ തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്, പൈസ എവിടെയാണ്? മഹാനായ ഹബീബുൽ ഫാരിസി പറഞ്ഞു, നാളെ ഈ മസ്ജിദിലേക്ക് നീ വാ, നാളെ വാ, ഞാൻ തരാന്ന് പറഞ്ഞു. എടുക്കുകയും 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ, കയ്യിൽ പൈസയൊന്നുമില്ല റബ്ബേ, നീ തരണം. പാവമായ ഒരു സാധുവിന് കടം വാങ്ങിച്ച് ഞാനത് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്, ഞാൻ ഏറ്റിരിക്കുകയാണ് റബ്ബേ, എന്നെ നീ അപമാനിക്കരുത് പടച്ചവനെ. അപ്പൊ അയാൾ വന്നു, നാളെ വരാൻ വേണ്ടി പറഞ്ഞതാണ്. പള്ളിയിൽ വന്നു. മഹാനായ അബൂ മുഹമ്മദ് ഹബീബുൽ ഫാരിസി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, എന്റെ പൈസ എവിടെ? പറഞ്ഞു, ദാ ആ പള്ളിയുടെ ആ ചുമരിന്റെ അപ്പുറത്ത് അവിടെ ഒരു കീശിരിപ്പുണ്ടാവും, നോക്കുന്നു. വെറുതെ പറഞ്ഞതാണ്. ചെന്ന് നോക്കുമ്പോൾ കീസുണ്ട്, അതിൽ 500 ദിർഹം മാത്രമല്ല 500-ലേറെയുണ്ട്. എന്നെ നോക്കുന്നു പറഞ്ഞു. നോക്കുമ്പോ 500-ലേറെ ഉണ്ട്. പറഞ്ഞു, ഇത് 500-ലേറെ ഉണ്ടല്ലോ. പറഞ്ഞു, ഇദ്ഹബ് ഫഹിയ ലക മൻ വസനഹാ വസനഹാ റാജിഹാ, അത് നിനക്കുള്ളതാണ്. അതിലെ എണ്ണം കൃത്യമായി ആ വെച്ച ആൾക്കറിയാം, അതിൽ ഏറെ മനഃപൂർവ്വം വെച്ചതാണ്. ആ ഏറെയുള്ളതും നിങ്ങൾക്കുള്ളത് തന്നെ, എടുത്തു കൊണ്ടുപോയിക്കോ എന്ന് അളവ് പറഞ്ഞുകൊണ്ട്, എനിക്കൊരു 300 ദിർഹം നിങ്ങൾ തരാനുണ്ടല്ലോ. ഹബീബുൽ ഫാരിസി പറഞ്ഞു, ഞാൻ തരാനില്ലല്ലോ. ഉണ്ട്, നിങ്ങൾ തരാനുണ്ടല്ലോ, എന്നാ നാളെ വാ, ഞാൻ തരാം. അങ്ങനെ മഹാനവറുകൾ wudu എടുത്തു നിസ്കരിക്കുകയാണ്. എന്നും നിസ്കരിക്കുന്ന മുസല്ലയിൽ ഇരുന്നൊരു ദുആ, അല്ലാഹുമ്മ ഇൻ കാന സാദിഖാ ഫഅദ്ദി ഇലൈഹി വ ഇൻ കാന കാദിബാ ഫബ്തലിഹി ഫീ ബദനി. ലഡ്ഡുവാണ് വരുന്നത് കേട്ടോ, മാഷാ അല്ലാഹ്. ലഡ്ഡു മധുരമാണ്. ഷുഗർ ഉള്ളവർ വാങ്ങിച്ച് കഴിക്കണ്ടേ, ഷുഗർ ഇല്ലാത്തവർ കഴിച്ചാൽ മതി. സംഗതി മധുരം തന്നെയാണെങ്കിൽ ശരീരത്തിന് പറ്റുന്നത് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് മധുരം ഒരു സന്തോഷം. തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു മധുരം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളെ എന്താ വെച്ചാൽ 60 കൊല്ലം കൊണ്ട് തിന്നേണ്ടത് 10 കൊല്ലം കൊണ്ടാണ് തിന്ന് തീർക്കുകയാണ്. അപ്പൊ പിന്നെ ഷുഗറൊക്കെ വരുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിന്റെ പേരിൽ നമ്മുടെ കോട്ട തീർന്നതാണ്, അതിന്റെ പേര് സങ്കടപ്പെടേണ്ട. അതിലപ്പുറം ഐസ്ക്രീമൊക്കെ മുമ്പ് തിന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഷുഗറൊന്നും ഇല്ലാത്തൊരു വാങ്ങിച്ച് കഴിച്ചേക്കേ ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. ആരാണോ സംഭാവന ചെയ്തത് അവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിലെ ഭക്ഷണം അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മധുരമൊക്കെ തിന്നാൻ കൊതിയുള്ള ഒരു കാലുണ്ടായിരുന്നു, അന്ന് കിട്ടില്ലായിരുന്നു. ഇപ്പൊ അത് കിട്ടാൻ തുടങ്ങിയപ്പോൾ കഴിക്കാൻ വയ്യ, ഷുഗർ കൊണ്ട്. സുബ്ഹാന ജല്ല ജലാലു. മഹാനായ ഹബീബുൽ ഫാരിസി ദുആ ചെയ്യാണ്, പടച്ചവനെ, എന്നോട് 300 ദിർഹം ഞാൻ അയാൾക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു വന്ന ആൾ, അവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഫഅദ്ദി ഇലൈഹി, ആ മനുഷ്യന്റെ ഇടപാട് തീർക്കാൻ എന്നെ സഹായിക്കണം. വ ഇൻ കാന കാദിബൻ, അവൻ നുണയാണ് പറയുന്നതെങ്കിൽ ഫബ്തലിഹി ഫീ ബദനി, അവന്റെ ശരീരത്തിൽ നീ പരീക്ഷണം കൊടുക്കണമേ. നാളെ വരാൻ വേണ്ടി പറഞ്ഞതാ. പിന്നെ മൂപ്പരെ സ്ട്രക്ചറിലാണ് കൊണ്ടുവരുന്നത്. ശരീരം ആകെ തളർന്നിട്ടുണ്ട്, ഒരു ഭാഗം തളർന്നതാണ്. സ്വാബഹുൽ ഫാലിജ്, ശരീരം ഒരു ഭാഗം കുഴഞ്ഞുപോയി. മഹാനവറുകളോട് വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഷെയ്ഖ് അവറുകളെ, എന്നോടൊന്ന് ക്ഷമിക്കണേ, എനിക്ക് മാപ്പ് തരണം. എന്തേ? ഞാൻ ഇന്നലെ ആ ഒരു ഡയലോഗ് പറഞ്ഞതേ അപമാനം തോന്നിയിട്ടെങ്കിലും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് തരാനുണ്ട് എന്ന് പറയുമ്പോ നാണം കൊണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് തരുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് കാശ് കിട്ടാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതാണ്. പക്ഷേ എന്റെ ശരീരം കുഴഞ്ഞിരിക്കാൻ, നിങ്ങൾ എനിക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ടോ? എനിക്ക് മാപ്പ് തരണേ. പൊരുത്തപ്പിടിക്കാൻ വേണ്ടി വന്നിരിക്കാൻ മഹാനവർ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇൻ കാന സാദിഖൻ ഫഅൽബിസുൽ ആഫിയ, പടച്ചവനെ, ഇവൻ പറയുന്നത് സത്യമാണെങ്കിൽ ഫഅൽബിസുൽ ആഫിയ, നീ അവർക്ക് ആഫിയത്തിന്റെ, ആരോഗ്യത്തിന്റെ വസ്ത്രം നൽകണമേ. എന്നിട്ട് പറഞ്ഞപ്പോ ഫഖാമ അർറജുലു അലൽ അർദ് കഅൻ ലം യകുൻ ബിഹി ഷൈഉൻ, ഒരു കുഴപ്പമില്ലാത്ത പോലെ ആ കടന്നു വന്ന ആൾ എഴുന്നേറ്റ് നിന്ന് നടന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനായ മുസ്ലിം ഇബ്നു ഇബ്രാഹിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം മഹാനായ ഇബ്നുൽ അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ദുആക്ക് ഉത്തരമുള്ള മഹാന്മാർ എന്താ പറയുന്നത്?
പറയുന്നത് അതങ്ങനെ തന്നെ നടക്കുകയാണ്. യാ അല്ലാഹ്, അല്ലാഹു ദുആക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമുണ്ടായി നബിയോട്, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ അയജഅലനി മുസ്തജാബദ് ദഅവ, അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന നബിയേ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നവനായി ഞാൻ മാറണം നബിയേ, എനിക്ക് അങ്ങ് ദുആ ഇറക്കുമോ? സഅദ് റളിയല്ലാഹു അൻഹു ദുആ ഇറക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോടാണ് ചോദിക്കുന്നത്, നബിയേ, ഹബീബിനോടാണ് ശുപാർശ ചെയ്യിപ്പിക്കുന്നത്, നബിയേ അങ്ങനെക്ക് വേണ്ടി ദുആ ഇറക്കണം. അൻ അകൂന മുസ്തജാബദ് ദഅവ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവാൻ. എവിടെ വെച്ച് ദുആ ഇരുന്നാലും ദുആക്ക് ഉത്തരം വേണം. അതിന് സഅദ് എന്നവർക്ക് നബി തങ്ങൾ കൊടുത്ത മറുപടി എന്താണ്? യാ സഅദ്, സഅദേ അത്വിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ, സഅദേ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണേ, നിങ്ങൾ ഹലാൽ ഭക്ഷിക്കണമേ, അല്ലാഹു നിങ്ങൾക്ക് ദുആക്ക് ഉത്തരം നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്ത മറുപടിയാണിത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം, കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം, ജീവിതം ഹലാലിലായി ജീവിക്കണം. അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക.